3 സമയത്താണ് നബിയേ. ആ 3 സന്ദർഭങ്ങളിൽ മനുഷ്യൻ എന്നെ സൂക്ഷിച്ചാൽ, ആ 3 സമയങ്ങളിൽ മനുഷ്യൻ എന്നെ ശ്രദ്ധിച്ചാൽ അവർക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പറയുമ്പോ കൊതിയോടെ, ആർത്തിയോടെ, ആവേശത്തോടെ മൂസാ നബി അലൈഹിസ്സലാം ചോദിക്കുന്നു, ആ 3 സമയങ്ങൾ എപ്പോഴാണ്? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ തഴവാകുറ്റിപ്പുറത്ത് നുസ്രത്തുൽ അനാം എന്ന പാവപ്പെട്ട സഹോദരങ്ങളുടെ സംഘടനയുടെ 2ാമത് വാർഷികത്തിന്റെ അത് കേൾക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 3 സന്ദർഭത്തിൽ ഞാനും നിങ്ങളെ ഇബ്ലീസിനെ ശ്രദ്ധിക്കണം കേട്ടോ. ഈ 3 സമയത്ത് പിശാചിന്റെ പിന്തലമുറക്കാരായി മാറാതിരിക്കാ ഞാനും നിങ്ങളും ഗൗരവത്തോടെ പ്രവർത്തിക്കണേ. അതിൽ 1ാമത് എപ്പോഴാന്ന് ചോദിക്കുമ്പോ മൂസാ നബിയോട് പിശാച് പറഞ്ഞു കൊടുക്കുന്നു, നബിയേ, ഒന്ന് കോപം വരുമ്പോഴാണ്, ഒന്ന് ദേഷ്യം വരുമ്പോഴാണ്. ദേഷ്യം വരുമ്പോ ഇബ്ലീസ് വരുമോ എന്ന് ശ്രദ്ധിച്ച് സംസാരിച്ചില്ലെങ്കിൽ പലതും വിളിച്ചു പറയുന്നു. അവസാനം നമ്മൾ മെസ്സേജ് അയക്കും, അന്നേരം തോന്നിയ ദേഷ്യത്തിൽ വിളിച്ചു പറഞ്ഞതാ, പൊരുത്തപ്പെടണം, കാര്യമില്ല. പള്ളിയുടെ പൊതുയോഗത്തിനൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? പൊതുയോഗത്തിനൊക്കെ പിന്നെ ഇപ്പോ കാശുകാർക്കും വലിയ വലിയ സ്ഥാനമുള്ളവർക്കൊക്കെ അല്ലേ സംസാരിക്കാൻ പറ്റും. പാവപ്പെട്ട ആരെങ്കിലും അസ്സലാമു അലൈക്കും, എനിക്കൊരു കാര്യം പറയണ, ആള് കൊള്ളാ, ഇവിടെ തെണ്ടി തിരിഞ്ഞ് കിടന്ന് കാലണക്ക് വരയിലാണ്, അച്ഛനെ അവനെ ഒതുക്കി അവിടെ ഇരുത്തും. കാശുകാർക്ക് സംസാരിക്കാം. സാറ് പറയും, അപ്പൊ സാറ് സ്കൂളിൽ പോയിട്ടൊന്നുമില്ല, സാറിന് കുറച്ച് നോട്ട് പോക്കറ്റ് ഉണ്ട്, അതാണ് സാറ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആലോചിക്കണം. അങ്ങനെ സമ്പന്ന വർഗത്തിന്റെ കുപ്പകയായി ഇസ്ലാമിന്റെ ചില കാര്യങ്ങളൊന്നും മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പോ ദേഷ്യം വരുമ്പോ നാം ശ്രദ്ധിച്ച് സംസാരിക്കില്ലെങ്കിൽ പ്രശ്നമാണ്. ഉമ്മയോട് ദേഷ്യം വരുമ്പോ എന്തെല്ലാം പറയും? ഉമ്മയോട് ദേഷ്യം വരുമ്പോ നമ്മൾ എന്തെല്ലാം പറയും? ശ്രദ്ധിക്കണം. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാ, പ്രസവിക്കപ്പെട്ട മക്കളെ, നമുക്ക് അല്ലാഹു തരുന്ന സ്വർഗം ഉമ്മാടെ കാൽപാദത്തിന്റെ ചോട്ടിലാണ്. മറക്കാൻ പാടില്ല, ഉമ്മാടെ കാൽപാദത്തിന്റെ ചോട്ടിലാണ് നമുക്കുള്ള സ്വർഗം. അതുകൊണ്ട് ഉമ്മയോട് സംസാരിക്കുമ്പോ ദേഷ്യത്തോടെ സംസാരിക്കരുത്. അപ്പൊ വാപ്പയോട് സംസാരിക്കുമ്പോ ദേഷ്യപ്പെടാമോ? പാടില്ല. വാപ്പയും ഉമ്മയും നമ്മുടെ ഗുരുനാഥന്മാരെ പോലെയാണ്. നമ്മുടെ ഗുരുനാഥന്മാരെ പോലെയാണ് അല്ലാഹുവും റസൂലും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും വലുത് നമ്മുടെ ഉമ്മയല്ലേ, നമ്മുടെ ഉപ്പയല്ലേ. ആ മാതാപിതാക്കളുടെ പൊരുത്തം നുസ്രത്തുൽ അനാമിന്റെ പ്രിയപ്പെട്ട സംഘാടകര് നേടിയെടുക്കണമെന്ന് വേദനയോടുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം നിങ്ങൾ ഈ ചെയ്യുന്നത് നല്ലൊരു പ്രവൃത്തിയാണ്, നിങ്ങൾ ഈ ചെയ്യുന്നത് വളരെ ഒരു പുണ്യകാര്യം. അതിന് അല്ലാഹുവിന്റെ മുന്നിൽ പ്രതിഫലം വേണം മോനെ. ആരുടെയും കയ്യടി വേണ്ടടാ, ആരുടെയും ഒത്താശ വേണ്ടടാ. ജനങ്ങൾ നിങ്ങളെ കുറ്റപ്പെടുത്തട്ടെ, പരിഹസിക്കട്ടെ, കളിയാക്കട്ടെ, ആരും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരണ്ട. അല്ലാഹുവിന്റെ കോടതിയിൽ ചെല്ലുമ്പോ യുദില്ലുഹുമുൽ മൗലാ, അല്ലാഹു അർശിന്റെ താഴെ ഒരുമിച്ച് കൂട്ടുന്ന യുവാക്കളുടെ കൂട്ടത്തില് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ ഉണ്ടാവാനുള്ള കൊതിയോടുകൂടി ഞാൻ പറയുകയാണ്, ആരുടെയും സിമ്പതിക്ക് വേണ്ടിയല്ല. അതുകൊണ്ട് ഉമ്മാടെയും ഉപ്പാടെയും പൊരുത്തം ഇതിന് നിർബന്ധമാണ്. ഈ രാത്രിയാണെങ്കിൽ ഈ രാത്രി തന്നെ നൊന്ത് പ്രസവിച്ച ഉമ്മയോട് പോയി പറയണം, ഉമ്മ, തഴവകുറ്റിപ്പുറത്ത് നുസ്രത്തുൽ അനാമിന്റെ പ്രവർത്തനം കൊണ്ട് അല്ലാഹുവിന്റെ പൊരുത്തം നേടാൻ കൊതിച്ചുകൊണ്ട് ജീവിക്കുന്നവനാണ് ഞാൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങളുടെ പൊരുത്തക്കേട് എനിക്ക് തരല്ലേ, നിങ്ങളുടെ ഗുരുത്തക്കേട് എനിക്ക് തരല്ലേ. സംസാരിക്കുമ്പോ ദേഷ്യം വരുമ്പോ ഞാനും നിങ്ങളും ശ്രദ്ധിക്കണം. കുടുംബ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പാളിച്ചയുണ്ടാകുന്നത് ഭാര്യക്ക് ദേഷ്യം വരുമ്പോ, ഭർത്താവിന് ദേഷ്യം വരുമ്പോഴല്ലേ. കുടുംബ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പാളിച്ച വരുന്നത് എപ്പോഴാണ്? എന്റെ പ്രിയപ്പെട്ടവരെ, കുടുംബ ജീവിതത്തിൽ പോലും പരസ്പരം സഹിക്കാനും ക്ഷമിക്കാനുമുള്ള മനസ്സില്ലാതെ പെട്ടെന്ന് വരുന്ന ദേഷ്യത്തിന്റെ പേരിലാണ് ഒരുപാട് കുടുംബ ജീവിതം തെറ്റിപ്പിരിഞ്ഞു പോകുന്നത്.
അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് എന്താണ്? ഔസിനി യാ റസൂലല്ലാഹ്, ഔസിനി യാ റസൂലല്ലാഹ്. നബിയേ, നല്ലൊരു കാര്യം കൊണ്ട് എന്നോട് വസിയത്ത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നബി തങ്ങളുടെ മുമ്പ് വന്നപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തതെന്താ? ലാ തഗ്ലബ്, ലാ തഗ്ലബ്, ലാ തഗ്ലബ്. നീ കോപിക്കല്ലേ, നീ കോപിക്കല്ലേ. 3 പ്രാവശ്യമാണ് പറഞ്ഞത്. പെട്ടെന്ന് വരുന്ന ദേഷ്യത്തെ പിടിച്ചു നിർത്തണേ. ദേഷ്യം വരുമ്പോഴാണ് പലതും പറഞ്ഞു പോകുന്നത്. ദേഷ്യം വരുമ്പോ ഒരു സഹോദരൻ പറഞ്ഞത്, ഉസ്താദേ നല്ല അടിപൊളി മൊബൈലായിരുന്നു, റബ്ബറൊക്കെ ഇട്ട് കൊണ്ടുവരുന്നു വാരിക്കൂട്ടി. എന്തു പറ്റി? വീട്ടിൽ ചെന്നപ്പോ ഭാര്യ എന്തോ ഒരു സാധനമായി കൊണ്ട് ചെല്ലാൻ പറഞ്ഞു, കൊണ്ടുവന്നില്ല. മറന്നുപോയത് കൊണ്ട് ഭാര്യയുമായിട്ട് വഴക്കായി ദേഷ്യം വന്ന് കയ്യിലിരിക്കുന്ന മൊബൈൽ ഇവിടെ സ്വൈര്യം ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് ഒരൊറ്റ എറിഞ്ഞു. മാർബിളിൽ വീണു, മൊബൈൽ തവിട് പൊടിയായി. അങ്ങനെ 16 റബ്ബറൊക്കെ ഇട്ട് ഇപ്പൊ ഉസ്താദെ 2 കേൾക്കുമ്പോ 4 വരണം, മെസ്സേജ് അയക്കുമ്പോ പാട്ട് കേൾക്കണം. ഒരു ബഹളം തന്നെ. എന്ത് പറ്റി? പിന്നീട് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. ദേഷ്യം വരുമ്പോ എന്തെല്ലാം ചെയ്യും നമ്മൾ, എന്തെല്ലാം ചെയ്യും? ചീത്ത വിളിക്കും, മക്കളെ ശകാരിക്കും, മക്കളെ ഉപദ്രവിക്കും, ഭാര്യയെ ഉപദ്രവിക്കും, പ്രിയപ്പെട്ടവരുടെ മുടിക്കുപ്പിന് പിടിച്ചു ചുവരിലേക്ക് ഇടുക്കി വെക്കും. റസൂലുള്ള പറയുന്നു, ലാ തഗ്ലബ്, നിങ്ങൾക്ക് ദേഷ്യം വരാൻ പാടില്ല, കോപിക്കാൻ പാടില്ല. ഇനി അങ്ങനെ ദേഷ്യം വന്നാൽ നിൽക്കുമ്പോഴാണ് ദേഷ്യം വരുന്നതെങ്കിൽ ഇരിക്കണം, ഇരിക്കുമ്പോഴാണ് ദേഷ്യം വരുന്നതെങ്കിൽ കിടക്കണം, കിടക്കുമ്പോഴാണ് കിടന്നിട്ടും ദേഷ്യം പോകുന്നില്ലെങ്കിൽ പോയി വുളു എടുക്കണമെന്നാണ്. ശരീരം പിന്നെ ചൂടായി നിൽക്കുമ്പോഴാണ് ദേഷ്യം വരിക. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ ശരീരത്തെ നമ്മൾ എന്ത് ചെയ്യണം? പിടിച്ച് നിയന്ത്രിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് തണുപ്പിക്കണം. എഞ്ചിൻ ചൂടായ പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത്തിരി നേരം ഒന്ന് സമാധാനമായിട്ട് എവിടെയെങ്കിലും കൊണ്ട് കിടത്തണം, അല്ലെങ്കിൽ സംഭവമൊക്കെ പൊട്ടിത്തെറിക്കും. പുതിയോതിനൊക്കെ ചൂടായി, ഞാനിവിടെ എന്റെ വാപ്പാരെ കവറാണ് ഇവിടെ ആദ്യം വെട്ടിയുണ്ട് ചാടി എഴുന്നേക്കുമ്പോ നീ അവിടെ ഇരിയടെ ശുക്കൂറ ഇരിയടാടാ. ഇരുത്തമ്പ് ദേഷ്യം കുറച്ച് തീരും. ഇരുത്തണം പിടിച്ച് ഇരുത്തിയിട്ട ഇരിക്കണില്ല, കസേര കിടന്ന് ഉടനെ മോദിമാരെ പറഞ്ഞ് മോട്ടർ എടുത്തിട്ട് വെള്ളം ഇങ്ങനെ അപ്പോഴത്തടക്കും. ഭർത്താവ് ദേഷ്യപ്പെടുമ്പോ ഭാര്യ എന്ത് ചെയ്യണം? പൈപ്പ് എടുത്തുകൊണ്ട് വന്നിട്ട് വെള്ളം അങ്ങനെ കൊടുത്തിട്ട് ഇരിക്കും, പ്ലീസ് സിറ്റ് ഡൗൺ യാ ഹസ്ബൻഡ് എന്ന് പറയണം. കസേര ഇട്ടുകൊടുത്ത് ദൂരോട്ട് നിന്ന് പറയണല്ലേ, കസേര വണ്ടയ്ക്ക് അടിച്ചിട്ട് ഇറങ്ങി പോകില്ല. അപ്പൊ ദേഷ്യം നമുക്ക് വന്നാൽ വലിയ പാടാണ്. ഇത് പിശാച് കൊണ്ടുവരുന്നതാണ്. ഒന്നാമത്തെ സമയം അതാ, വിശദീകരിക്കാൻ നേരമില്ല. ഒന്നാമത്തെ സമയം പിശാച് ഒന്നാമത് വരുന്നത് ദേഷ്യം വരുമ്പോഴാണ്. രണ്ടാമതെപ്പോഴാണ്? കരീമുല്ലാഹി മൂസാ നബിയോട് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പറഞ്ഞു കൊടുക്കുന്നു, നബിയേ രണ്ടാമതെപ്പോഴാണ് ഞാൻ മനുഷ്യ മനസ്സിലേക്ക് കടന്നു വരുന്നതെന്നറിയോ? അന്യ സ്ത്രീയും അന്യ പുരുഷനും ഒറ്റയ്ക്കാകുമ്പോഴാണ്. അന്യ സ്ത്രീയും അന്യ പുരുഷനും ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഇരുന്നാൽ കസേരയിട്ട് ഞാനും പോയിരിക്കും. എന്നിട്ട് പറയും, സംസാരിയുടെ വെറുതെ കിട്ടിയ അവസരമില്ല. അപ്പൊ എവിടാ വീട്? അങ്ങനെ തുടങ്ങും. ഇബ്ലീസ് മധ്യത്തിരുന്നുകൊണ്ട് ഇവരുടെ കാര്യങ്ങൾ ഭംഗിയാക്കി കൊടുക്കും. എത്രയോ സ്ഥലത്ത് അങ്ങനെ നടക്കുന്നു. ഇന്ന് ഇബ്ലീസ് അന്യ സ്ത്രീക്കും അന്യ പുരുഷനും വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത് മൊബൈലിന്റെ രൂപത്തിലാണ്. മെസ്സേജ് രാത്രിയാകുമ്പോ 16 വയസ്സായ മോള് കിടന്നുറങ്ങുന്നു, ഉമ്മച്ചിനെയും വാപ്പച്ചിന്റെ അടുത്ത് കൂക്കൂ മെസ്സേജ് വരാം. 1 മണിയാകുമ്പോ പെണ്ണെടുത്ത് വായിച്ചു നോക്കുമ്പോ മെസ്സേജ് MUPILAN മൂപ്പിലാൻ. ഉറങ്ങിയോ? ഉറങ്ങിയെങ്കിൽ ടെറസിന്റെ മുകളിൽ കയറൂ, ഞാൻ അപ്പുറത്തെ വീട്ടിലെ ചെടിച്ചട്ടിയുടെ മണ്ടയിലുണ്ട്, നമുക്ക് വെളുക്കുന്നവരെ സംസാരിക്കാം. മെസ്സേജ്. അപ്പൊ ഇവള് തിരിച്ചു പറയും, എടാ ചീത്താനെ വാപ്പ ഉറങ്ങിയിട്ടില്ല, പിന്നീട് കുറച്ചുകൂടെ കഴിയട്ടെ. കുറച്ച് കഴിയുമ്പോ വീണ്ടും കൂക്കൂ. യവനിതൊന്നും നോക്കേണ്ട കാര്യമില്ല. അവന് വാപ്പായുമാക്കെ തലാക്കി ടെറസിന്റെ മണ്ട ഇട്ടിരിക്കുകയാണ്. അവന് ഏതെങ്കിലും ഒരു പെണ്ണ് തിരിച്ച് റിപ്ലൈ കൊടുക്കുമ്പോ அவங்க സംസാരം തുടങ്ങിക്കോളും. അതുവരെ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും. അങ്ങനെ രണ്ടാമത് വീണ്ടും കൂക്കു കേൾക്കുമ്പോ ഈ പെണ്ണിന്റെ വാപ്പ പറയും, ആരിവാ അവിടെ ആരാ ബോംബ് വെച്ചെന്നാ തോന്നണ, കുറെ നേരമായിട്ട് കൂക്കൂന്ന് കേൾക്കാം. ഇത് നിങ്ങൾ വിചാരിക്കും അത്രയും ബുദ്ധിയുള്ള പെണ്ണിന് പിന്നെ മൊബൈൽ സൈലന്റ് ആയിക്കൂടെയെന്ന്. ചൈന സെറ്റല്ലേ, സൈലന്റ് ആക്കി ആവണ്ടേ? ഹൗദിൽ കിടന്നാലും ബെല്ല് കേൾക്കണ സാധനമാണ് ചൈനക്കാരിറക്കണം. ഇനി ഇമാമിനെയും കൂടെ ചൈനയിൽ നിന്ന് ഇറക്കിയാൽ രക്ഷപ്പെട്ടു. ഇമാമിനെയും കൂടെ ചൈനയിൽ നിന്ന് ഇറക്കിയാൽ അടിപൊളിയായിരിക്കും, നല്ല രസമായിരിക്കും. വീഴ്ച താടിന്നുണ്ടാവില്ല എന്ന് പറഞ്ഞ് കുത്തുപോകുമ്പോ വലിയ അല്ല, ശമ്പളം കൊടുക്കാനല്ലേ പാട്. ചൈനയിൽ നിന്ന് ഇറങ്ങിക്കോളി. എന്റെ സഹോദരങ്ങളെ, അപ്പോ അന്യ സ്ത്രീയും അന്യ പുരുഷനും ഒറ്റയ്ക്കെവിടെയെങ്കിലും ഇരുന്നാൽ മൂന്നാമനായി പിശാച് വരുന്നതാണ്. അഫറൈതൽ ഹമുവ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ
ഹമുവിനെ കുറിച്ച് എന്തു പറയുന്നു നബിയേ? ഹമുവെന്ന് പറഞ്ഞാൽ ആരെന്ന് എന്റെ സഹോദരിമാർക്കറിയോ? ഭർത്താവിന്റെ അനുജനാണ്, ഭർത്താവിന്റെ ജ്യേഷ്ഠനാണ്. എന്തു പറയുന്നു നബിയേ? അള്ളാന്റെ റസൂല് പറഞ്ഞു അവരും അന്യരാണ്. അൽ ഹമു അൽ മൗത്തു. ഹമുവെന്ന് പറയുന്ന ഭർത്താവിന്റെ അനുജനും ജ്യേഷ്ഠനുമായി നീ ഇടപെടുന്നത് അത് മരണത്തിന് തുല്യമാണ്. ചില സഹോദരിമാര് പറയുമല്ലോ, എന്റെ ഇക്ക ഗൾഫിലാണെങ്കിൽ എന്താ, മോന് പോളിയോ കൊടുക്കാൻ പോകുമ്പോ അനിയന്റെ പൾസർ ഉണ്ടല്ലോ, ശ്രമിക്കണ്ട, എവിടെ പോകാനും അനിയൻ പൾസറും കൊണ്ടുവരുമല്ലോ. എന്റെ അനുജനും ഭാര്യയും കൂടി വീഗാലാൻഡിൽ പോയപ്പോ എന്നെയും കൊണ്ടുപോയല്ലോ. അനുജൻ എന്നോട് വല്ലാത്ത സ്നേഹമാണ്, എന്റെ ഇക്കയെക്കാളും ഇഷ്ടമാണ്. എന്റെ അനുജനില്ലെങ്കിൽ ഞാൻ ഒരുപാട് വേദനിച്ചു പോയന് എന്ന് പറയുന്നവര്, ഒരു ഭർത്താവിന്റെ അനുജന്റെ സ്നേഹം ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ ഭർത്താവിനെ പോലെ ഇടപെടുന്നത് ഹറാമാണ് പെണ്ണേ. അത് സൂക്ഷിക്കണേ. അന്യരെ സൂക്ഷിച്ചേ പറ്റൂ. അത് മാമാടെ മോനാണ്, മാമിയുടെ മോളാണെന്നൊക്കെ പറഞ്ഞ് ഇബ്ലീസ് നിങ്ങൾക്ക് ബന്ധം ചേർത്തു തരും. പക്ഷേ ഹറാമ് ഹറാമ് തന്നെ. അറിയാതെ ഞാനും നിങ്ങളും കുടുങ്ങിപ്പോകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് അന്യ സ്ത്രീയും അന്യ പുരുഷനും ഒറ്റയ്ക്കാകുന്ന സമയമുണ്ടല്ലോ. 14 വയസ്സുകാരിയായ മോള് അപ്പുറത്ത് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് കറങ്ങാൻ പോകുന്ന ഉമ്മ, 17കാരിയുടെ കൂടെ 22കാരനെ ട്യൂഷൻ എന്ന പേരില് റൂമിന്റെ അകത്തടച്ചിടുന്ന ഉപ്പ, കേരള കലോത്സവത്തിന്റെ പേരിൽ, യുവജനോത്സവത്തിന്റെ പേരിൽ കോട്ടയത്തും തിരുവനന്തപുരത്തും ലോഡ്ജ് എടുത്തുകൊണ്ട് മക്കൾക്ക് താമസ സൗകര്യം ഒരുക്കി കൊടുക്കുന്ന ഉമ്മ, ഹോസ്റ്റലിൽ താമസിക്കാൻ വേണ്ടി 17കാരിക്ക് 18കാരിക്ക് സ്വാതന്ത്ര്യം കൊടുക്കുമ്പോ ആ പൊന്നുമോളെ മൊബൈലിലേക്ക് വിളിക്കുമ്പോ 24 മണിക്കൂറും ബിസിയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഉമ്മ മാസാമാസം വിദേശ രാജ്യത്ത് കിടന്ന് വിയർപ്പെടുക്കുന്ന ഭർത്താവിന്റെ നോട്ടുകെട്ട് വാങ്ങി മോളെ കുരുതി കൊടുക്കുന്നതുമ്മ? ശ്രദ്ധിക്കണേ. അന്യ സ്ത്രീയും അന്യ പുരുഷനും എവിടെ ഒറ്റയ്ക്കാകുമോ അവിടെ ഞാനുണ്ട് നബിയേ. അവരെ നശിപ്പിക്കാൻ ഞാനുണ്ട് നബിയേ. ഇതാണ് രണ്ടാമത് ഞാൻ വരുന്നതെന്ന് പറയുമ്പോ, മൂന്നാമത് എപ്പോഴാണെന്ന് ചോദിക്കുമ്പോ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി നബി തങ്ങളോട് പറയുന്നു, മൂസാ നബിയേ, മൂന്നാമത് എന്നെ ശ്രദ്ധിക്കാനുള്ളത് ഒരാൾ സ്വതക്ക കൊടുക്കാൻ തീരുമാനിക്കുമ്പോഴാണ്. ഒരാൾ സ്വതക്ക കൊടുക്കാൻ തീരുമാനിക്കുമ്പോ പെട്ടെന്ന് ഇബ്ലീസ് വന്നിട്ട് പറയും, അത്രയും കൊടുക്കണോ? 2 ദിവസം താമസിച്ചാൽ അതിന്റെ നേർ പകുതിയാകും, 3 ദിവസം താമസിച്ചാൽ 1/4 ഭാഗമാവും, 4ന്റെ അന്ന് 50 രൂപ കൊണ്ട് കൊടുത്ത് പോട്ടെ ആകാശരാമനിക്ക. ഇന്നലെ ഇവിടെ നിന്ന് പോയ ഒരു സഹോദരൻ ഉദാഹരണത്തിന് ചിന്തിച്ചോ, 5000 രൂപ ഇന്ന് ഇവിടെ കൊടുക്കണം പാവപ്പെട്ട കൊച്ചുങ്ങൾക്ക് വേണ്ടി. ഒന്നുമല്ലെങ്കിലും ഇത്രയും ജനങ്ങൾ ഒരുമിച്ച് കൂടിയതിൽ ഒരാളുടെ ആമീൻ സ്വീകരിച്ചുകൊണ്ട് അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തിയാലോ എന്ന് ചിന്തിച്ചുകൊണ്ട് 5000 കൊടുക്കാൻ തീരുമാനിച്ചു. വീട്ടിൽ പോയപ്പോ ഭാര്യ പറഞ്ഞു, പിന്നെ വല്ലതും കൊടുക്കണ്ടേ, പാവം, നല്ല പരിപാടിയാണ്, അതുകൊണ്ട് നമ്മുടെ വകയായിട്ട് എന്തേലും പാവപ്പെട്ട കുഞ്ഞുങ്ങളൊക്കെ നിക്കാഹിപ്പിക്കാനല്ലേ, നമുക്കും ഇല്ലേ 3 മക്കള്. ഇതൊക്കെ പറയുമ്പോ ഭർത്താവ് പറയാം, 5000 രൂപ കൊടുക്കണം. 5000 രൂപയെ ഞാൻ വല്ല 500 രൂപയാണ് കൊടുത്താവെന്ന് പറയും. എന്റെ റബ്ബേ, ഇയാളെ ആള് കൊള്ളാലോ, 5000 രൂപയെ പടച്ചവനെ. ഇന്ന് രാവിലെ ഇവിടെ ഒരാള് വന്നതേ ഉള്ളൂ, കറണ്ടിലെ അടുപ്പം കൊണ്ട്. ഞാൻ പൈസ ഇല്ലെന്ന് വേണ്ടെന്ന് പറഞ്ഞു വിട്ടതാ. കറണ്ടിലെ അടുപ്പ് കമ്പനി പരിചയപ്പെടുത്തുന്ന പുതിയ സാധനമാണ് താത്ത, സ്വിച്ച് ഇട്ടാ മതി, ചായ റെഡി. താത്ത പറയും, ഇന്ന് നോക്കട്ടെ, ഒരു ഗ്ലാസ് ചായ ഇട്ട് കുടിച്ച് താത്ത പറയും, പൈസ ഇല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ കമ്പനി പരിചയപ്പെടുത്തുന്ന സാധനങ്ങളുമായിട്ട് രാവിലെ വന്നപ്പോ വാങ്ങാതെ പറഞ്ഞു വിട്ടതല്ലേ. അതുകൊണ്ട് 5000 ഒന്നും കൊടുക്കണ്ട, ബാക്കി തഴവയിൽ എത്ര ആൾക്കാരുണ്ട് കാശുള്ളവര്. അതുകൊണ്ട് 5000 വേണ്ട, 2500 രൂപ കൊടുക്കണം. അങ്ങനെ തീരുമാനിക്കുന്നു. 2500 ആയി. രാവിലെ ആകുമ്പോ ഒരാൾ കല്യാണം വിളിക്കാൻ വന്നു, അവിടെ ഒരു 500 കൊടുക്കണ്ടേ, അപ്പൊ 2000 അവിടെ പള്ളി കൊടുത്തിട്ട് അവിടെ 500 കൊടുക്കും. അപ്പൊ 5000 പിന്നെ 2000 ആയി. അങ്ങനെ പാല് അച്ഛനും അച്ചാരം പിന്നെ കൊടുത്ത് അവസാനം ഇവിടെ വരുമ്പോ ദുആ ലിസ്റ്റിൽ പറയാൻ മടി. കാരണം എന്താ, 25 രൂപയേ ഉള്ളൂ, ബക്കറ്റ് കൊണ്ടുവരുമ്പോ ഇടാം. 5000 രൂപ ഒറ്റ ദിവസം കൊണ്ട് 25 ഉലുവയായി. ആലോചിച്ച് നോക്കി. ആര് സ്വതക്ക കൊടുക്കാൻ തീരുമാനിക്കുന്നുവോ പിശാച് അവിടെ കടന്നു വരുമെന്നാണ്. എന്നിട്ട് ആ പിശാച പൈസയെ കുറച്ചു കൊണ്ടുവരും. കാരണം എന്തെന്നറിയോ,
അസ്സദഖത്തു റദ്ദുൽ ബലാ. സ്വതക്ക എന്ന് പറയുന്നത് നിനക്ക് വരാനിരിക്കുന്ന ഒരുപാട് അപകടത്തെ അള്ളാഹു മാറ്റുന്നതിനൊരു കാരണമാണ്. അതുകൊണ്ട് നീ അപകടത്തിൽ വീഴുന്നതാണ് പിശാചിനിഷ്ടം. ഈ 3 സമയങ്ങളാണ് പിശാച് കടന്നു വരുന്ന ഏറ്റവും എളുപ്പമുള്ള വഴി.